തരിമുട്ട എന്ന് കേട്ടിട്ടുണ്ടോ? ഈ തലശ്ശേരി ഭാഗങ്ങളിലൊക്കെ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ഈ നോമ്പ് സമയത്ത് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കുന്ന ഒരു ഈസി സ്നാക്കാണ് കേട്ടോ ഈ തരിമുട്ട. അപ്പോൾ ഇന്ന് നമുക്ക് ഈ തരിമുട്ടയുടെ റെസിപ്പി നോക്കിയാലോ? അപ്പോൾ അതിനായിട്ട് 2 മുട്ടയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ ഏലക്കാപ്പൊടിയും 5 സ്പൂണോളം പഞ്ചസാരയും ഒരു 1/4 സ്പൂണിൻ്റെ പകുതി ഉപ്പും ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതിൽ പഞ്ചസാരയൊക്കെ അങ്ങ് അലുത്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് റവ ചേർക്കാം. 1 കപ്പാണ് കേട്ടോ റവ ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് പല തവണയായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. 2 മുട്ടയ്ക്ക് 1 കപ്പ് റവ കറക്റ്റ് ആയിരിക്കും കേട്ടോ. നമുക്ക് കൈകൊണ്ടൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ പരുവത്തിന് വേണം നമുക്ക് കിട്ടാൻ. ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു 10 മിനിറ്റ് വെച്ചാൽ തന്നെ ഒന്നുകൂടെ ഒന്ന് മുറുകും കേട്ടോ. ഇതുപോലായി കിട്ടിയാൽ പിന്നെ നമുക്ക് കൈകൊണ്ട് ഇത് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ വറുത്തെടുക്കാനായിട്ട് ഞാൻ വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും കൂടെ ചേർത്താണ് എടുത്തിരിക്കുന്നത്. ഇനി ഒരു കാടമുട്ട സൈസിൽ നമുക്കിതാക്കിയ ശേഷം നമുക്കിതാ ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് വറുത്തെടുക്കാം. തീ കുറച്ച് വെച്ച് വറുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ നമുക്ക് ഉള്ളു വെന്ത് കിട്ടില്ല. എല്ലാ സൈഡും നല്ല ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരാം. കാണാൻ തന്നെ എന്ത് ഭംഗിയാണല്ലേ. ഉണ്ടാക്കിയെടുക്കാനും നല്ല ഈസി അല്ലേ. അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയും കേട്ടോ.